ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 18,626 പേജുകളുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. 191 ദിവസത്തെ നടപടികൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഈ ശുപാർശയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? 2029 മുതൽ ഈ ശുപാർശ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ സജ്ജമാകാം എന്നതായിരുന്നു ഈ സമിതിയുടെ നിർദ്ദേശമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട്? വിജയൻ, അനൗദ്യോഗികമായിട്ട് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഈ റിപ്പോർട്ടുമായി ഉൾക്കൊള്ളുന്ന വിവരങ്ങളെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതാണ്ട് 18,626 പേജുകൾ ഉള്ള റിപ്പോർട്ടാണ് ഇന്ന് സമിതി സമർപ്പിച്ചിട്ടുള്ളത്. ഇത് രാഷ്ട്രപതിയാണ് ഇനി അതിന്മേലുള്ള തുടർ നടപടിക്കായിട്ട് മന്ത്രിസഭയ്ക്ക് കൈമാറേണ്ടത്. മന്ത്രിസഭയാണ് ഇത് ശുപാർശ ചെയ്യുക. 191 ദിവസത്തെ നടപടികൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നത്. രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഒപ്പം പ്രധാനപ്പെട്ട സംഘടനകൾ, രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവരുടെ ഒക്കെ അഭിപ്രായം തേടിയതിനു ശേഷം നിയമ കമ്മീഷൻ അടക്കമുള്ള കമ്മീഷനുകളുടെ നിലപാടുകളൊക്കെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം, രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി യാഥാർത്ഥ്യമായാൽ ഈ സാമ്പത്തികമായി ഒപ്പം മറ്റ് മേഖലകളിൽ ലോജിസ്റ്റിക് അടക്കമുള്ള കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു നേട്ടം രാജ്യത്തിന് ഉണ്ടാക്കാനായി സാധിക്കും. മാത്രമല്ല, എല്ലാ വർഷങ്ങളിലും തെരഞ്ഞെടുപ്പ് എന്ന വിധത്തിൽ വരുമ്പോൾ ഭരണപരമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വികസന കാര്യത്തിൽ ഉണ്ടാകുന്ന മന്ദഗതി, ഇതെല്ലാം മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2019 റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 51 മുതലുള്ള കാലങ്ങളിൽ ഏതാണ്ട് 67 വരെയുള്ള കാലങ്ങളിൽ രാജ്യത്ത് നടന്നു വന്നത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാണ്. പിന്നീട് ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ വന്നതോടുകൂടിയാണ് ഇത് മാറിയത്. ഈ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ സങ്കല്പം തന്നെ വ്യക്തമാക്കുന്നത് എന്നുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത 2029 മുതലുള്ള തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം രാജ്യത്തെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും എന്ന വിധത്തിലാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആ സമയത്തുള്ള ശരി ആർക്കെ, ഏതായാലും വളരെ നിർണായകമായ ശുപാർശകളുള്ള റിപ്പോർട്ടാണ് കൈമാറിയിരിക്കുന്നത് രാഷ്ട്രപതിക്ക്. 18,626 പേജുകൾ, 191 ദിവസത്തെ സിറ്റിങ്ങുകൾ, അതിനുശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കി കൈമാറിയിരിക്കുന്നത്. 2029 മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ മാറാം എന്നതാണ് ഈ സമിതിയുടെ ശുപാർശ. അതിൽ ഔദ്യോഗിക പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.